പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യാണ്. പ്രിയ സഹോദരൻ, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? ഞാൻ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് അഥവാ ബെഞ്ചമിൻ നെഹത്യാഹുവിനെ കുറിച്ച് ഒരു ക്ലാസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റൊരു വലിയ വാർത്ത ലോകത്ത് വന്നു കഴിഞ്ഞു. അത് ലെബനോനിൽ പേജർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ പൊട്ടിത്തെറിക്കുന്നതും അവിടെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ മുറിവേൽക്കുന്നതും മരിക്കുന്നതുമൊക്കെ നമ്മൾ കാണുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിവിടെ ചിന്തിക്കേണ്ട സത്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്ന ക്ലാസ്സിനകത്ത് ഇതാ ഒരു നിഗൂഢ രഹസ്യം എന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നു. അത് സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിൻ്റെ ശാസ്ത്രീയ ഘടനയെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യം, ഏകദേശ ബോധ്യം, അതൊക്കെ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുക്കേണ്ട ക്ലാസ്സുകളുണ്ട് സ്വർഗത്തിൻ്റെ ഘടനയെക്കുറിച്ച്. പക്ഷേ അതൊരു ചെറിയൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം കൊണ്ട് സ്വർഗമെന്ന പരമസത്യം എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, ഇത് യാഥാർത്ഥ്യമാണോ, ഇതിന് ശാസ്ത്രീയ വശമുണ്ടോ, ഇതൊക്കെ സാങ്കല്പികമാണോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഘടനാപരമായി അതിൻ്റെ സത്യത്തെക്കുറിച്ച്, അതിൻ്റെ സത്യത്തെക്കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച്, അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഒക്കെ ഒരു ശാസ്ത്രീയ അവബോധം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇതാ ഒരു നിഗൂഢ രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് തരികയുണ്ടായി. അതിനുശേഷം ഇന്നൊരു ക്ലാസ് ഇടണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോഴാണ് ഈ പേജർ ബോംബിൻ്റെ പൊട്ടിത്തെറിയെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാ ഒരു നിഗൂഢ രഹസ്യം എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇതാ പ്രിയപ്പെട്ടവരെ, നിഗൂഢ രഹസ്യങ്ങൾ ഒന്നൊന്നായി മറനീക്കി പുറത്തു വരുന്നു. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? പേജർ ബോംബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമാണ് കേൾക്കുന്നത്. അതെങ്ങനെയാണ് പൊട്ടുന്നതിനെ പറ്റി നമുക്കറിയില്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. വൻ രാഷ്ട്രങ്ങൾ, ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ, റഷ്യ പോലുള്ള രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ 100 കണക്കിനുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആരും ഇസ്രായേലിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ വധഭീഷണി ഉയർത്തുന്നുള്ള അല്ലാതെ ഒരു വലിയ യുദ്ധസന്നാഹമായിട്ട് എന്തുകൊണ്ട് വരുന്നില്ല? അതിന് പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു. സക്രിയപ്പണൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു, അൽ അക്സ പള്ളി മാറ്റിക്കൊണ്ട് അവിടെ ജെറുസലേം ദേവാലയം പണിയുന്ന പണി 2027 ആരംഭിക്കുകയുള്ളൂ, 7 വർഷം വന്നാണ് യുദ്ധം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു നിഗൂഢ രഹസ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. പ്രിയപ്പെട്ടവരെ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തടുത്ത് നടന്നു വരുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഓരോ നിഗൂഢ രഹസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ശത്രുക്കളെ തകർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന പദ്ധതികളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഈ സംഭവം ഇപ്പോൾ ജനങ്ങളിൽ ഏത് നിലയിൽ എത്തിയിരിക്കുന്നു എന്ന് നമ്മളോട് മനസ്സിലാക്കണം. ലബനോനിലെ ജനങ്ങളിൽ ഈ നിഗൂഢ രഹസ്യത്തിൻ്റെ, അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സംഭവങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു? അവരുടെ മതമായ മുസ്ലിം മതത്തിലെ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഇപ്പോൾ അവരുടെ ആ നിലവാരം, അല്ലെങ്കിൽ ഇപ്പോഴവരുടെ അവസ്ഥ, ഇപ്പോൾ തുടരുന്ന പശ്ചാത്തലം ഏതാണ് എന്ന് നമുക്കറിയാം. അവിടെ പേജർ ബോംബിൻ്റെ സ്ഫോടനങ്ങൾ നടക്കും. ഗാസയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയാം. തൊട്ടടുത്ത് ഈജിപ്തുകാരുണ്ട്. ഇസ്രായേലിൻ്റെ അതിർത്തിയും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളുടെയൊക്കെ അതിർത്തിയുമാണ് ഈജിപ്ത് ദേശം. അവരും ഏകദേശം നിശബ്ദമാണ്. തൊട്ടിപ്പുറത്ത് സിറിയ, ഇറാന്, ഇറാഖ്, അപ്പുറത്ത് തുർക്കിയുണ്ട്. ഈ രാഷ്ട്രങ്ങൾ കുറച്ച് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പാകിസ്ഥാനുണ്ട്. അവരുടെ സഖ്യരാഷ്ട്രമായ ചൈനയുണ്ട്. അവരെയൊക്കെ പിന്താങ്ങാൻ വേണ്ടി ഉത്തര കൊറിയ എന്ന രാഷ്ട്രമുണ്ട്. ഇങ്ങനെ നിരവധി രാഷ്ട്രങ്ങൾ ഇസ്രായേൽ എന്ന ഈ കുഞ്ഞു രാഷ്ട്രത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പലവിധ സഖ്യങ്ങളും പലവിധ പദ്ധതികളും ആവിഷ്കരിച്ചു വരുമ്പോഴും ഈ ജനം, ഇന്ന് കാണുന്ന ജനം എവിടെയാണ് എത്തിയിരിക്കുന്നത്, ഏത് സ്റ്റേജ് വരെ എത്തിയെന്ന് നമ്മൾ അറിയണം. അതുകൂടി അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് വായിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടത്, വെളിപാടിൻ്റെ പുസ്തകം, ആ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന വലിയൊരു നിഗൂഢ രഹസ്യത്തെ നമ്മൾ എടുത്തുകൊണ്ട് വേണം നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം തിരുവചനം മുതൽ ഇങ്ങോട്ട് വായിച്ചു വരണം. അവിടെ തുടക്കം എങ്ങനെയാണ്? താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സാങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നുപോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് അതുപോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. അവിടെ വരുമ്പോൾ മുതലാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം തെളിഞ്ഞു വരുന്നത്.
സ്ത്രീ എന്നതുകൊണ്ട് ദൈവം വെളിപാട് ഗ്രന്ഥത്തിൽ അർത്ഥമാക്കുന്നത് പരിശുദ്ധമേ അല്ല. അത് ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയാണ് സർവശക്തനായ ദൈവം അർത്ഥമാക്കുന്നത്. സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. ആ പോയിന്റിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു ആമുഖമായിട്ട് നിങ്ങൾ പറഞ്ഞത്, പ്രിയ സഹോദരങ്ങളെ. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ് ഈ സമുദ്രം, ഏതാണ് ഈ മണൽത്തിട്ട, ഏതാണ് ഈ ഉറച്ചു നിൽപ്പ്, അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ച് വേണം ഓരോ ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പായിട്ട് നമ്മൾ യുഗാന്ത്യത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിൻ്റെ ഘടന മനസ്സിലാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തക്കതും ആത്മാവിനെ, ജീവനെ, ശരീരത്തെ നമ്മൾ ക്രമീകരിക്കുന്നു. മരണവും നിദ്രയും എന്ന ക്ലാസ്സിൽ നമ്മൾ പെട്ടെന്ന് മരിച്ചാലും ഏത് രീതിയിൽ മരിക്കണം, നമ്മൾ ഈ ലോകത്ത് നിന്ന് ഏത് അവസ്ഥയിൽപ്പെട്ട ഏത് പ്രായത്തിലെത്തിയാണ് നമ്മൾ നിൽക്കുന്നത്, ആ ഏത് പ്രായത്തിൽ നിന്നുകൊണ്ട് ഏത് മരണത്തെ നമ്മൾ സ്വീകരിക്കണം, ഏത് മരണമാണ് നമ്മൾ നിത്യയിലേക്ക് രക്ഷിക്കുന്നത്, കൊണ്ടുപോകുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടു കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ മനുഷ്യർ മുഴുവൻ മരിക്കാനുള്ള കാലഘട്ടത്തിലേക്ക് ലോകം എത്തപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടത്, സമുദ്രം എന്ന് പറയുന്നത് കടൽ അല്ല. നമ്മുടെ മെഡിറ്ററേനിയൻ കടലോ പസഫിക് സമുദ്രങ്ങളോ ഇന്ത്യൻ മഹാസമുദ്രമോ ആ സമുദ്രത്തെ അല്ല ദൈവം അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത്. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ. ഇനി എന്താണ് ഈ മണൽത്തിട്ട? അത് നമ്മൾ മനസ്സിലാക്കണം. സമുദ്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ ജനസമുദ്രമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ആദ്യം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, അമേരിക്കൻ ജനസമുദ്രങ്ങൾ, അമേരിക്കയിലെ ജനം, കടൽ പോലെ കിടക്കുന്ന അമേരിക്ക, 60 കോടി 70 കോടി വരുന്ന അമേരിക്കൻ ജനം, യൂറോപ്യൻ ജനങ്ങൾ, യൂറോപ്പിനെ മൊത്തമായിട്ടാണ് പറയുക. യൂറോപ്പ് എന്നൊരു ഭൂഖണ്ഡമാണ്, അവിടെ എത്രയോ രാഷ്ട്രങ്ങളുണ്ട്. അതെല്ലാം കൂടി യൂറോപ്യൻ ജനവിഭാഗം, യൂറോപ്യൻ ജനങ്ങൾ സമുദ്രം പോലെ പരന്നു കിടക്കുന്നു. ഇനി ഇങ്ങോട്ട് ഏഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, മുസ്ലിം ലോകരാഷ്ട്രങ്ങൾ, മുസ്ലിംസ് രാഷ്ട്രങ്ങളെല്ലാം കൂടി സമുദ്രം പോലെ നിരന്നു കിടക്കുന്നു. അവിടെ ഇങ്ങോട്ട് വന്നാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഹിന്ദു രാഷ്ട്രമായ നമ്മുടെ ഭാരതം, ഇന്ത്യയിൽ 140 കോടി വരുന്ന ജനസമുദ്രം അങ്ങനെ കിടക്കുന്നു. ചൈനയിലേക്ക് വന്നാൽ 150-160 കോടി ജനസമുദ്രം അങ്ങനെ കിടക്കുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനസമുദ്രമാകുന്ന ജനവിഭാഗങ്ങളെയാണ് സർവശക്തനായ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഈ ഗ്രന്ഥത്തിൽ, ഈ വചനത്തിൽ അർത്ഥമാക്കുന്നത്. അതിൻ്റെ വചനം മാറുന്നതനുസരിച്ച് അർത്ഥം മാറും പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, സമുദ്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. അപ്പോൾ ഇനിയുള്ളത്, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ. യേശുവിൻ്റെ സന്താനങ്ങൾ, അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ലോകത്ത് നമുക്ക് സർവശക്തനായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തത്, ജനിപ്പിച്ച് വളർത്തി നമുക്കായിട്ട് ക്രിസ്തുവിനെ തന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ്. ആ ഇസ്രായേൽ എന്ന രാഷ്ട്രം അന്ന് യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് അവർക്ക് സത്യം മനസ്സിലാവുകയും അവർ ചിതറിക്കപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്ന് ഇന്നും അവർ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദേവാലയങ്ങൾ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, സുവിശേഷം എന്നതൊക്കെ അവർ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സക്കറിയാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് മനസ്സിലാകുന്നത്? പ്രിയപ്പെട്ടവരെ, അവർ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി, കർത്താവായ യേശുവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയം വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സഭയെയും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഇസ്രായേൽ ജനത്തെയും അവരോട് യുദ്ധം ചെയ്ത് അവരെ, ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആരും ഭൂമിയിൽ ജീവിച്ചിരിക്കരുത്, കാരണം ക്രിസ്തുവാണ് ദൈവമെന്ന് ഈ ലോകത്ത് മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അത് നിരീശ്വരവാദിക്കറിയാം, മുസ്ലിംസിനറിയാം, ഹൈന്ദവ തത്വശാസ്ത്രത്തിനറിയാം, യഹൂദജനത്തിനറിയാം. നിരീശ്വരവാദിയോ അല്ലെങ്കിൽ കൺഫ്യൂഷ്യസമോ സോഷ്യലിസമോ അല്ലെങ്കിൽ മാവോയിസമോ കമ്മ്യൂണിസമോ ഏത് വ്യക്തികൾക്കും സർവശക്തനായ ദൈവമാണ് യേശു ക്രിസ്തു എന്നും ക്രിസ്തുവാണ് ദൈവമെന്നും ക്രിസ്തുവിൻ്റെ വരവ് അടുത്തിട്ടുണ്ടെന്നും
അവർക്കെല്ലാം അറിയാം. പക്ഷേ അവർ പരസ്യമായി സമ്മതിക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല, അതിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 850 കോടി ജനമാണുള്ളതെങ്കിൽ ആ 850 കോടി ജനത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാം. കാരണം വിദ്യാഭ്യാസമുള്ള 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പോയ ജനത്തിനും അറിയാം യേശു ക്രിസ്തുവാണ് സർവശക്തനായ ദൈവമെന്നും യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ ലോകത്തിൻ്റെ ലക്ഷണങ്ങൾ, അത് പ്രഥമ ദൃഷ്ടിയ ഉള്ള ലക്ഷണം എന്ന് പറയുന്നത് യുദ്ധമാണെന്നും യുദ്ധത്തിലൂടെയാണ് ലോകം ഇനി നയിക്കപ്പെടുന്നതെന്നും ഒക്കെ ജനത്തിനറിയാം. അതുകൊണ്ടാണ് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതിനുമായി അവളുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് ഇപ്പോൾ എവിടെയാണ് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നത്? അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്നു പറയുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ നശിപ്പിക്കുക, ഇസ്രായേൽ എന്ന രാഷ്ട്രം ഭൂമിയിൽ ഉണ്ടാകരുത് എന്ന ചിന്ത. കാരണം അത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ പ്രത്യേകത യേശു ക്രിസ്തുവിനെ ലോകത്ത്, യേശു ക്രിസ്തു എന്ന സത്യ ദൈവത്തെ ലോകത്ത് നൽകിയത്, ലോകത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിച്ച് നൽകിയത്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ പ്രസവിച്ച് ലോകത്തിന് പ്രദാനം ചെയ്തത് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണെന്ന് സാത്താനറിയാം. അതുകൊണ്ട് സാത്താൻ്റെ ഏറ്റവും വലിയ ദേഷ്യം, കോപം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോടാണ്. അതുകൊണ്ടാണ് പറയുന്നത് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി അവളുടെ സന്താനങ്ങൾ അവശേഷിക്കുന്നവർ. ഇസ്രായേലിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്, നമുക്കറിയാം. ധാരാളം ക്രിസ്ത്യാനികളുണ്ട്, അവർ ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം. ഇനി മറ്റൊന്ന്, ക്രിസ്തുവിനെ ആരാധിക്കാൻ പോലും അലക്സ പള്ളിയെ മാറ്റിക്കൊണ്ട് ജെറുസലേം ദേവാലയത്തിന് വീണ്ടുമുള്ള പണി ഞാൻ പറഞ്ഞിരുന്നു, അതും സംഭവിക്കാനിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനോട് പടപരുതി അതിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് സാത്താൻ ലക്ഷ്യം. അതിനുവേണ്ടി ജനസമുദ്രങ്ങളിൽ സാത്താൻ വന്ന് നിലയുറപ്പിക്കുന്നതിനെയാണ് അത് മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ മണൽത്തിട്ട എന്ന് പറയുമ്പോൾ എന്താണെന്ന് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കടൽ. ഇനി നമ്മുടെ സാധാരണ കടലിനെ പറ്റി നമുക്ക് പറയാം. എന്താണത്? സാധാരണ കടൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കടൽ തീരത്ത് ചെന്ന് നിൽക്കുന്നു, കടൽ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. ആ തിരമാലകൾ സമുദ്രത്തിൻ്റെ മണലിൽ കൂടെ ഇങ്ങനെ തിരമാല സാവകാശം നുരഞ്ഞ് പതഞ്ഞ് ഇങ്ങനെ കരയിലേക്ക് കയറി വരുന്നു. അതിനുശേഷം അത് സാവകാശം ഇറങ്ങിപ്പോകുന്നു, അടുത്തു തിര വരുന്നു. ഇതാണ് മണൽ. അപ്പോൾ ഈ മണൽ, സമുദ്രവും മണലും തമ്മിൽ ചേരുന്ന ഭാഗത്തെയാണ് മണൽത്തിട്ട എന്ന് പറയുന്നത്. ഈ മണൽത്തിട്ടയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് മണൽത്തിട്ട പ്രത്യേകത എന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? മണൽത്തിട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു ജീവജാലവും വളരുകയില്ല എന്നുള്ളതാണ്. മറ്റൊന്നത് ചെളി നിറഞ്ഞതാണ്. ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഉപ്പ് നിറഞ്ഞതാണ്. മറ്റൊന്ന് സമുദ്രം ഏതു നിമിഷം കയറി വരുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഫലശൂന്യമായ, ജീവൻ നഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്, ജീവൻ ഇല്ലാത്തൊരു സ്ഥലമാണ്. എല്ലാവിധ മാലിന്യങ്ങളും വന്ന് അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് സമുദ്രത്തിൻ്റെ മണൽത്തിട്ട. അതിന് ഏറ്റവും ഇവിടുത്തെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ജീവൻ അവിടെ പിടിക്കുകയോ നിലനിൽക്കുകയോ ചെയ്യില്ലാത്ത സ്ഥലമാണ്. ജീവനില്ലാത്ത സ്ഥലമെന്നാണ് ആ സ്ഥലത്തിന്, ആ മണൽത്തിട്ട എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നു. അത് നിലയുറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലം മുതൽ ലോകം അവസാനിക്കുന്ന എന്നാണോ അന്നുവരെ അത് യുദ്ധത്തിനായി തയ്യാറായി കഴിഞ്ഞു, അത് ജനഹൃദയങ്ങളിൽ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സമുദ്രത്തിൻ്റെ മണത്തിന് മുസ്ലിം സമുദായ വിഭാഗം, അതിനോട് ചേർന്ന് വരുന്ന കമ്മ്യൂണിസവും റഷ്യയും ചൈനയും പാകിസ്ഥാനുകളും ഉത്തര കൊറിയ പോലുള്ള രാഷ്ട്രങ്ങളെല്ലാം ഒരേ കാഴ്ചപ്പാടുള്ള, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ തോൽപ്പിക്കണം, നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന കാഴ്ചപ്പാടുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലെ ജനകോടികളിൽ ഏതാണ്ട് ഭൂമിയുടെ പകുതി ഭാഗം വരുന്ന പകുതി ജനവിഭാഗങ്ങളിൽ ആ ജനവിഭാഗമാകുന്ന ജനസമുദ്രത്തിൻ്റെ മേൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയും കത്തോലിക്ക സഭയും നശിപ്പിക്കണമെന്ന സാത്താൻ്റെ ചിന്തയുള്ള ഒരു പൈശാചി ശക്തി ഈ ജനവിഭാഗത്തിൻ്റെ മേൽ വന്ന് നിലയുറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഈ വചനത്തിൻ്റെ നിഗൂഢാർത്ഥം. പ്രിയപ്പെട്ടവരെ, അതായത് ഇന്നു മുതൽ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏകദേശം യുദ്ധം ആരംഭിച്ച കാലഘട്ടം, ഏകദേശം 7 വർഷത്തെ യുദ്ധമുണ്ടെന്ന് ബൈബിൾ പ്രകാരം പറയുന്നുണ്ടെങ്കിലും അതിനു മുമ്പുള്ള 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളെയും കൂടി നമുക്ക് ഇത് കാണേണ്ടതായിട്ടുണ്ട്. അന്ന് കോടാനുകോടി മനുഷ്യർ മരിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള ഈ കാലഘട്ടം ഇനി 3ാം ലോക മഹായുദ്ധം അറിയുന്നത് മറ്റെല്ലാ യുദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായ യുദ്ധമാണ്. ആ യുദ്ധമാണ് നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ആണവ യുദ്ധം, അഗ്നി കൊണ്ടുള്ള പ്രളയം. അതാണ് ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. എന്നാൽ സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന് മറ്റ് ചില അർത്ഥങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ആഴങ്ങൾ അതിനെ മനസ്സിലാക്കേണ്ടതാണ്.
അത് നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നത് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം വെളിപാട് 18:5 വെളിപാട് 12:15 നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ എന്ന് പറഞ്ഞത്. എന്നാൽ വെളിപാട് 18:5 എന്ന ഒരു വചനം നമ്മളെടുത്ത് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. പറയുന്നത് എങ്ങനെയാണ്? വെളിപാട് 18:5 പറയുന്നത്, അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു, അത് കൂമ്പാരം കൂടിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വെളിപാട് 18:5. 18:5 പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് കേട്ടാലേ നമുക്ക് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്ന് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം അത് വളരെ നിഗൂഢ രഹസ്യങ്ങൾ അത് എഴുതിയിട്ടുള്ളതാണ്. വെളിപാട് 18:5 അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും, അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും, അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. അപ്പോൾ ആകാശത്തിലേക്ക് കൂമ്പാരം കൂടിയിരിക്കുന്നു പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, ടെലിവിഷൻ സംവിധാനങ്ങൾ, മൊബൈൽ ഫോണിലെ ഇന്നത്തെ പരിപാടികളെല്ലാം ബഹിരാകാശത്തു നിന്ന് ഉപഗ്രഹങ്ങളിൽ കൂടെ ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ അത് ആകാശത്ത് കൂമ്പാരം കൂടിയിരിക്കുന്നു. അപ്പോൾ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. ഇതിൻ്റെ പിന്നാലെ മഹാമാരികളാണ് വരുന്നത് പറഞ്ഞ് യുദ്ധത്തിൻ്റെ മഹാമാരി, യുദ്ധപ്രളയം, യുദ്ധത്തിലൂടെയുള്ള പ്രളയം, യുദ്ധത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യൻ മരിക്കുന്നു, ഒരു പ്രദേശം തന്നെ ഇല്ലാതാകുന്നു, അഗ്നി കൊണ്ട് കഴിയുന്നു. അപ്പോൾ അത് ആ സംവിധാനം ഈ പറയുന്ന മതവിഭാഗത്തിൻ്റെ മേലും അതോട് ചേർന്ന് വരുന്ന മതവിഭാഗത്തിൻ്റെ മേലും ആകുന്ന സമുദ്രമാകുന്ന മണൽത്തിട്ടമേൽ നിലയുറപ്പിച്ചു. ഇനി യുദ്ധത്തിൻ്റെ പൈശാചികത ലോകത്ത് വേരൂന്നി അത് യുദ്ധത്തിനായി നില ഉറപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് വചനം. അപ്പോൾ ഇനി മറ്റു ചില മണൽത്തിട്ടുകൾ കൂടി ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ട എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ഒരു മണൽത്തിട്ടയുണ്ട്. ഇസ്രായേൽ എന്ന രാഷ്ട്രം ചുരുങ്ങിയ ആളുകളെ ഉള്ളെങ്കിലും ആ മണൽത്തിട്ട അവർ ചിന്തിക്കുന്നത് എന്താണ്? അവരോട് യുദ്ധം ചെയ്യുന്നവരെ അവർ തിരിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു സംവിധാനം. അതാണ് അവരുടെ ഹൃദയത്തിലെ ചിന്ത. കാരണം അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അതും യുദ്ധം തന്നെയാണ്. പക്ഷേ അത് നിലനിൽപ്പിൻ്റെ, ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനു വേണ്ടി ജീവമരണ പോരാട്ടം നടത്തുന്നിടത്ത് അവിടെ ജീവനുള്ള യുദ്ധമാണ്, അത് വിശുദ്ധ യുദ്ധമായിട്ട് വരും. അതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ, അത് സർവശക്തനായ ദൈവം യാഹ്വേ, യഹോവ നയിക്കുന്ന, പിതാവായ ദൈവം നയിക്കുന്ന, നേരിട്ട് നയിക്കുന്ന യുദ്ധമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആർക്കും കയറി ഒന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ചില മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ മറ്റ് ചില മണൽത്തിട്ടകൾ കൂടി ലോകത്ത് തയ്യാറാവുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൂടി നമ്മൾ ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവും. ഒന്ന് പ്രപഞ്ചത്തിൻ്റെ മണൽത്തിട്ട. എന്താണ് പ്രപഞ്ചത്തിൻ്റെ മണൽത്തിട്ട? നമുക്കറിയാം, ഇന്ന് ലോകത്ത് വാർത്തകളും മറ്റു കാര്യങ്ങളെല്ലാം ഇൻ്റർനെറ്റ് എന്ന പറയുന്ന സംവിധാനത്തിൽ കൂടിയാണ് നമുക്കറിയാം. ഇൻ്റർനെറ്റ് എന്ന സംവിധാനത്തിൽ കൂടിയാണ് നമ്മൾ മൊബൈൽ ഫോണുകൾ, ടെലിവിഷനുകൾ, ഇന്നത്തെ വാർത്താ സംവിധാനങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു ഉപഗ്രഹം അയക്കുകയും ആ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹം നിലനിൽക്കുകയും അവിടെ നിന്ന് വാർത്തകൾ, സംവിധാനങ്ങൾ ഭൂമിയിലേക്ക് ഒഴുകി വരികയും അത് റിസീവർ ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളോ ടെലിവിഷനുകളോ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കാണുകയും ചെയ്യുന്ന സംവിധാനം എന്നു വന്നോ അന്നു മുതൽ ഈ ലോക പ്രപഞ്ചത്തിലൊരു മണൽത്തിട്ട സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ആ പ്രപഞ്ചത്തിലെ മണൽത്തിട്ടയാണ് ഏറ്റവും വലിയ പൈശാചി ശക്തികൾ നിലകൊള്ളുന്ന ബ്ലൂ ഫിലിമുകളും ബ്ലാക്ക് മാസുകളും സിനിമകളും സീരിയലുകളും അശുദ്ധ സംഭാഷണങ്ങളും തെറി സംഭാഷണങ്ങളും അശുദ്ധിയുടെയും അനീതിയുടെയും വൃത്തികേടുകളുടെയും ഒക്കെ ദൈവ കൽപ്പനകൾ തൊട്ടുതയ്ക്കാത്ത, ദൈവിക നിയമങ്ങളെ, തത്വങ്ങളെ അംഗീകരിക്കാത്ത അശുദ്ധിയുടെ പ്രഖ്യാപനം, അശുദ്ധിയുടെ പരിപാടികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അത് ആകാശം മുതൽ ഭൂമി വരെ മനുഷ്യ ഹൃദയങ്ങളിൽ, മനുഷ്യ സമുദ്രങ്ങളിൽ മൺതിട്ടകൾ നിർമ്മിച്ചു കഴിഞ്ഞു. പ്രപഞ്ചത്തിൽ ഇത്രയും ഭാഗം, പ്രപഞ്ചത്തിൻ്റെ വായു സംവിധാനം എവിടെയൊക്കെ ഉണ്ടോ, വായു സംവിധാനം എവിടെയില്ലാത്ത ഭൂമിയുടെ ഉൾഭാഗമുണ്ടോ അവിടെയെല്ലാം മണൽത്തിട്ട രൂപപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടു. പ്രപഞ്ചത്തിൽ വിശ്വാസത്തിൻ്റെ, നിത്യജീവൻ്റെ, മനുഷ്യരീരത്തിൻ്റെ, ആത്മാവിൻ്റെ, സഭയുടെ, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ എല്ലാവിധ ജീവനുകളും നഷ്ടപ്പെട്ട് പ്രപഞ്ചം ഒരു മണൽത്തിട്ടയായി മാറി. ഇനി ആ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ടാണ് ആ സാത്താൻ്റെ യുദ്ധം മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചുകൊണ്ട് പറയുന്നു പ്രിയപ്പെട്ടവരെ. ഇനി രണ്ടാമത്തെ മണൽത്തിട്ട ഏതാണ്? ഒന്ന് ഭൂമിയുടെ മണൽത്തിട്ട. ഭൂമിക്കൊരു മണൽത്തിട്ടയുണ്ട്, അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയല്ല പ്രിയപ്പെട്ടവരെ. ഭൂമിയുടെ മണൽത്തിട്ട എന്ന് പറയുന്നത് രാഷ്ട്രീയ മണൽത്തിട്ടയാണ്. രാഷ്ട്രീയം നമുക്കറിയാം. നമ്മുടെ യൂറോപ്യൻ കൾച്ചർ,
യൂറോപ്യൻ മണൽത്തിട്ട നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞു. യൂറോപ്യൻ പ്രദേശങ്ങൾ അവിടെ എടുത്താൽ അവിടെ ദേവാലയങ്ങളിൽ ധാരാളം ആളുകൾ കർത്താവിനെ സ്തുതിക്കാൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും കുംഭസാരങ്ങളും ധ്യാനങ്ങളുമായി 10-20 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ മേഖലകളിൽ സഭ ശക്തിപ്പെടുകയും അവിടെ സുവിശേഷം ഉണ്ടായിരിക്കുകയും ജനങ്ങൾ പള്ളി വരികയും ചെയ്തിരുന്നു. എന്നാൽ പല പള്ളികളും ബാറുകളായി മാറി, ഡാൻസ് ശാലകളായിട്ട് മാറിയെന്ന് നമ്മൾ പത്രമുഖേന വായിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ദേവാലയം ഇരുന്ന സ്ഥലത്ത് അനീതിയുടെ, അശുദ്ധിയുടെ, മദ്യത്തിൻ്റെ, നൃത്തത്തിൻ്റെ, നഗ്നനൃത്തങ്ങളുടെ, വ്യഭിചാരത്തിൻ്റെ പരിപാടികൾ വന്നപ്പോൾ ആ പ്രദേശങ്ങൾ എന്തായി, മണൽ തിട്ടയായി മാറി. മണൽത്തിട്ട എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത സ്ഥലം, ജീവന് നിലനിൽക്കാൻ പറ്റാത്ത സ്ഥലം എന്നാണ് അർത്ഥം. അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചെടുത്താലും കത്തോലിക്ക സഭയെ സംബന്ധിച്ചെടുത്താലും സഭാവിഭാഗങ്ങളെ സംബന്ധിച്ചെടുത്താലും ലോകത്തെ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചെടുത്താലും അത് ഇന്ത്യൻ ജനത്തെ എടുത്താലും അത് മുസ്ലിം സഭ വിഭാഗത്തെ എടുത്താലും അല്ലെങ്കിൽ പന്തക്കോസ്ത് വിഭാഗത്തെ എടുത്താലും ഏത് രാഷ്ട്രീയ സംവിധാനങ്ങളെ എടുത്താലും നിരീശ്വരവാദികളെ സംബന്ധിച്ചെടുത്താലും അവിടെയെല്ലാം മണൽത്തിട്ടകൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് ഒന്ന് പ്രപഞ്ചത്തിൽ അശുദ്ധിയുടെ മണൽത്തിട്ട, രണ്ടാമത് രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങളിൽ അമേരിക്കൻ ജനവിഭാഗങ്ങളിൽ വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ടു. ഇന്ത്യയിൽ ജനങ്ങളെ ഹൈന്ദവ മതത്തോടുള്ള ആസക്തിയും കാര്യങ്ങളും വിട്ടുവിടുന്നു. കത്തോലിക്ക ക്രിസ്ത്യാനികളുടെ വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെടുന്നു. എവിടെ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെടുന്നോ, എവിടെ ദൈവത്തെ തള്ളിപ്പറയുന്നു, അവിടെ മണൽത്തിട്ടകൾ രൂപം പ്രാപിക്കും എന്നുള്ളത് പരമസത്യമാണ്. അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളിലും എന്തായി, നീതിയും വിശുദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ മണൽത്തിട്ടകൾ പുനഃസ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. രണ്ടാമതാണ് സഭയുടെ മണൽത്തിട്ട. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് മുഴുവനും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്ന് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. യേശുക്രിസ്തു മരിച്ചു ഉയർത്തപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കുവാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് 140 കോടി വരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനസമൂഹം, ഈ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന എത്രയോ കോടാനുകോടി കത്തോലിക്ക സഭാവിശ്വാസത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഈ നടന്നപ്പോൾ അവിടെ ജീവൻ വളർന്നിരുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം എവിടെ ചെന്നോ അവിടെയൊക്കെ ജീവനായിരുന്നു. അത് ഗർഭപാത്രത്തിൽ ചെന്ന ജീവനുള്ള കുഞ്ഞുങ്ങളായി പുറത്തു വരുമായിരുന്നു. സഭയ്ക്കുള്ളിലാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, സ്നേഹം, ഐക്യം, വിശ്വാസം, സമത്വം, സാഹോദര്യം, ദയവ്, അലിവ്, കനിവ്, വിശുദ്ധി, കൃപ, ഐക്യം, ഇതെല്ലാം ഊട്ടി ഉണർത്തുന്ന സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു പകരമായിരുന്ന കത്തോലിക്ക സഭ ഇന്ന് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നൊരു ആകൃതി ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് പകരം ക്രിസ്തുവിനെ വിറ്റ് കാശാക്കുന്ന, ക്രിസ്തുവിൻ്റെ മറവിൽ നിന്നുകൊണ്ട് മറ്റ് പണമുണ്ടാക്കുന്ന സംവിധാനത്തിലേക്ക് സഭ മാറ്റപ്പെട്ടു. സഭയുടെ കേരള സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. മറ്റ് ഭാരത സഭ എന്ന് പറയുന്നത് നമുക്കറിയാം, ഭാരതത്തിൽ ക്രിസ്തു സുവിശേഷം അധികം എത്തപ്പെട്ടിട്ടില്ല. ആഗോള സുവിശേഷം നിന്ന മട്ടാണ്. അമേരിക്കയിൽ സുവിശേഷത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ കത്തോലിക്ക സഭയുടെ മഹത്വം നഷ്ടപ്പെട്ടുകൊണ്ട്, കൂദാശകളുടെ മൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മെത്രാന്മാരും വൈദികരും തമ്മിൽ അതിൻ്റെ തർക്കങ്ങൾ വന്നപ്പോൾ, മറ്റ് സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ വന്നപ്പോൾ അവിടെയും സഭയ്ക്കുള്ളിൽ മണൽത്തിട്ട നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി നാലാമത്തെ ഒരു ഇതുണ്ട് പ്രിയപ്പെട്ടവരെ, അത് ഇടവകയുടെ മണൽത്തിട്ടയാണ്. ഇടവക, നമുക്കറിയാം, ഇടവക എന്ന് പറയുന്നത് ഓരോ ഇടവകയിലെ ജനങ്ങളുമാണ്. അവിടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ, ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ, അവിടെ കൂദാശകൾ വളരുന്നു, വിവാഹം ഉണ്ടാകുന്നു, അവിടെ കുഞ്ഞുങ്ങൾ പെറ്റുപെരുകുന്നു, അങ്ങനെ ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിക്കുന്നു, ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നു. അങ്ങനെ ഇടവകകളുടെ മഹത്വം വന്നപ്പോൾ ഇന്ന് എല്ലാ ഇടവകളിലും 3 വർഷത്തെ അച്ഛന്മാർ വന്നിരിക്കുന്നു. അവർക്ക് നിർമ്മിക്കാനൊന്നുമില്ല. വലിയ സാമ്പത്തിക ശേഷിയുള്ള വലിയ വൻകിട ദേവാലയങ്ങളിൽ, 1000 വീട്ടുകാരൊക്കെയുള്ള ദേവാലയങ്ങളിൽ എന്താണ് പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞൊരു കുർബാനയിലൊന്നു പോകുന്നു, ഇരിക്കുന്നു, വരുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ആനന്ദിക്കുന്നു. അവർക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ, അവർക്ക് ഇഷ്ടംപോലെ പൈസയ്ക്കൊരു പണമില്ല, പണത്തിൻ്റെ പഞ്ഞമില്ല. കോടാനുകോടി രൂപയുള്ള ദേവാലയങ്ങൾ, അവിടെ തിന്നും കുടിച്ചും മതിച്ചും സുഖമായിട്ട് നിർജീവാവസ്ഥയിലിരിക്കുന്ന ഇടവകയിൽ മണൽത്തിട്ടകൾ രൂപം പ്രാപിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെയും ആര് വന്നു? സാത്താൻ അവിടെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇനി അതാണ് ഇടപെടൽ. മറ്റൊന്ന് കുടുംബങ്ങളിൽ മണൽത്തിട്ട രൂപം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? നിർജീവാവസ്ഥ. മണൽത്തിട്ട നിർജീവാവസ്ഥ. കുടുംബങ്ങളുടെ നമുക്കറിയാം, വാർത്ത ചാനലെടുത്താൽ ഒരു ദിവസം ഒരു സ്ത്രീയെങ്കിലും ആത്മഹത്യ ചെയ്യാത്ത പ്രശ്നങ്ങളില്ല, ഒരു സ്ത്രീയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെടാത്തതില്ല, ഒരു സ്ത്രീയെങ്കിലും ഒളിച്ചോടാത്തതില്ല, ഒരു ഭർത്താവെങ്കിലും ആത്മഹത്യ ചെയ്യാത്തതില്ല, ഒരു സ്ത്രീയെങ്കിലും ആത്മഹത്യ ചെയ്യാത്തതില്ല.
കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നു, കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. മാതാപിതാക്കന്മാരും അപ്പനും മക്കളും തമ്മിൽ യാതൊരു സ്നേഹവുമില്ല. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു. ക്ലാസ്മേറ്റ് ആയിരുന്നവരുടെ കൂടെ ഒളിച്ചോടുന്നു. 2 കുഞ്ഞുള്ള മാതാവ് അന്യപുരുഷൻ്റെ കൂടെ ഒളിച്ചോടുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഈ പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്തൃബന്ധം അകന്നു കഴിയുന്നു. സ്വർഗ്ഗഭോഗത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. സഭയിൽ പോലും സ്വർഗ്ഗഭോഗത്തെ അംഗീകരിക്കുന്നു. അങ്ങനെ ഡൈവോഴ്സിൻ്റെ എണ്ണം ഇരട്ടി കൂടുന്നു. വിവാഹമില്ലാത്ത സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നു. അത് ലിവിങ് ടുഗദർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അങ്ങനെ ട്രാൻസ്ജെൻഡറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇങ്ങനെ കുടുംബങ്ങളുടെ അവസ്ഥയും ഇടവകയുടെ അവസ്ഥയും വളരെ ദയനീയമായി അവിടെ മണൽത്തിട്ട നിലയുറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ കുടുംബങ്ങളിൽ അപ്പനും മക്കളും തമ്മിൽ സന്ധ്യാപ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, കൗദാശികതയോട് താല്പര്യമില്ലാത്ത അവസ്ഥ, സഭ വിട്ടുപോകുന്ന അവസ്ഥ, സ്വന്തം ഇടവ് വിട്ടുപോകുന്ന അവസ്ഥ, വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥ, ഇതെല്ലാം മണൽത്തിട്ടകൾ രൂപം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊന്നാണ് പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ മുഖത്ത് പറഞ്ഞു, ഇടകൾ പറഞ്ഞു. ഇനിയാണ് വ്യക്തിഗത മണൽത്തിട്ട എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന വ്യക്തിക്ക് ഞാൻ ക്രിസ്ത്യാനിയെ ജനിച്ചു, ക്രിസ്തുവിൽ ജീവിക്കുന്നു, ഞാൻ ദേവാലയത്തിൽ പോകുന്നുണ്ട്, മനുഷ്യരുടെ കണ്ണിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്നവനാണ്, ഞാൻ വചനപ്രഭാഷകനാണ്, ഞാൻ അച്ഛനാണ് പഠിക്കുന്ന വ്യക്തിയാണ്, ഞാൻ കന്യാസ്ത്രീയാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും സന്ധ്യാസമയത്ത് എൻ്റെ വ്യക്തിപരമായി ഞാൻ എൻ്റെ കഥകടച്ചെൻ്റെ മുറിക്കകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മൊബൈൽ ഫോൺ ഓണാക്കി ഞാൻ ബ്ലൂ ഫിലിം ഇഷ്ടം പോലെ കാണും, ഞാൻ സിനിമകളും സീരിയലും കാണും, എനിക്ക് സ്ത്രീയുടെ ഏതെല്ലാം കാണണമോ അതൊക്കെ ഞാൻ കാണും, എനിക്ക് പുരുഷൻ്റെ ഏതൊക്കെ ഇഷ്ടമാണോ അതൊക്കെ ഞാൻ കാണും, മൃഗങ്ങളുമായിട്ടുള്ള സംഭാഷണങ്ങൾ അത് കാണും. അത് ഞാൻ സർപ്പത്തെ പോലെ സംസാരിച്ചു എന്ന് വെളിപാടിൻ്റെ പുസ്തകം വെളിപാട് 13-ാം അധ്യായം അധ്യായത്തിൽ അത് സർപ്പത്തെ പോലെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അശുദ്ധ സംഭാഷണങ്ങൾ, പ്രിയപ്പെട്ടവരെ, അമ്മായിപ്പനും മരുമകളും തമ്മിൽ ബന്ധപ്പെടുന്നു, ആങ്ങളെയും പെങ്ങളും തമ്മിൽ ബന്ധപ്പെടുന്ന അവസ്ഥ, അപ്പൻ മകൾക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥ, ഇങ്ങനെ കുടുംബത്തിൽ വ്യക്തിപരമായി ഹൃദയത്തിൽ മണൽത്തിട്ട രൂപീകരിച്ച് മരിച്ച മനുഷ്യൻ ജീവിക്കുന്ന ഒരവസ്ഥ ഈ കാലഘട്ടത്തിൻ്റെ യുഗാന്ത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്നിൽ വിശ്വാസവും വിശുദ്ധിയുമില്ല, എനിക്ക് എൻ്റെ ഭാര്യയുടെ യാതൊരു സ്നേഹവുമില്ല, ഭർത്താവിൻ്റെ യാതൊരു ബഹുമാനവുമില്ല, എനിക്ക് മക്കളോട് വലിയ താല്പര്യമില്ല, പണം മാത്രമാണ് എൻ്റെ ലക്ഷ്യം, ഞാൻ ഇഷ്ടമുള്ളത് കാണും, ഞാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, ഞാൻ എൻ്റെ സൗകര്യം പോലെ ജീവിക്കും, ഞാൻ സൗകര്യമുള്ളത് കാണും, എന്നെ നിയന്ത്രിക്കാൻ ആരും വരണ്ട, ഒരു മതത്തിൻ്റെ ചട്ടങ്ങൾക്കും ഞാൻ വിധേയമാവില്ല, ഒരു കൂതാശകളും എനിക്ക് താല്പര്യമില്ല, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, പക്ഷേ എനിക്ക് തോന്നുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മുഖം കാണിക്കുകയും അവൻ്റെ സ്വകാര്യ മുറിക്കുള്ളിൽ മറ്റൊരു മണൽത്തിട്ട രൂപം പ്രാപിപ്പിച്ച് ആ മണൽത്തിട്ടയിൽ കിടന്നുറങ്ങുന്ന വ്യക്തിത്വം നശിച്ച വ്യക്തികളായിട്ട് ഇന്ന് കുടുംബങ്ങളിലും സഭയിലും ആഗോള സഭയിലും അങ്ങനെ മണൽത്തിട്ടുള്ള വൈദികര്, മണൽത്തിട്ടുള്ള മെത്രാന്മാർ, മണൽത്തിട്ടുള്ള കന്യാസ്ത്രീകൾ, മണൽത്തിട്ടുള്ള വചനപ്രഘോഷകര്, മണൽത്തിട്ടുള്ള കുടുംബങ്ങൾ, മണൽത്തിട്ടുള്ള ദമ്പതികൾ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി മറ്റൊന്നാണ് ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞു, വ്യക്തിഗതമായിട്ടും പറഞ്ഞു. അത് മറ്റൊന്നാണ് ദാമ്പത്യം, അതൊന്നുകൂടി എടുത്തു പറയാനുണ്ട്. ഏഴാമത്തെ പോയിന്റാണ് ദാമ്പത്യ മണൽത്തിട്ട. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ വിശുദ്ധി എന്നത് ഭാര്യയും ഭർത്താവിനും മാത്രം അർഹതപ്പെട്ട സ്നേഹവും ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം അർഹതപ്പെട്ട ലൈംഗിക ജീവിതവും അവരുടെ കിടപ്പറയിലെ രംഗങ്ങൾക്കും ഒരു വിലയുമില്ലാത്ത വിധം ദാമ്പത്യ ജീവിതം തകർന്ന മണൽത്തിട്ട. അവിടെ ദമ്പതികൾക്കിടയിൽ മണൽത്തിട്ടകൾ രൂപം പ്രാപിച്ചു കഴിഞ്ഞു. അത് എങ്ങനെയാണ് രൂപം പ്രാപിക്കുന്നത്? ഭാര്യ തൻ്റെ കയ്യിലെ മൊബൈൽ ഫോണുമായിട്ട് അങ്ങോട്ട് പോകുന്നു, ഭർത്താവ് തൻ്റെ മൊബൈൽ ഫോണുമായിട്ട് അങ്ങോട്ട് പോകുന്നു, എനിക്ക് ഇഷ്ടമുള്ള പുരുഷനോട്, ഇഷ്ടമുള്ള സ്ത്രീയോട് ഞാൻ ചാറ്റ് ചെയ്യുന്നു. അത് എൻ്റെ ദാമ്പത്യ ജീവിതത്തെ തകർത്തിരിക്കും. എത്രയോ ഭാര്യ ഭർത്താക്കന്മാരാണ് പ്രിയപ്പെട്ടവരെ 2 വീടുകളിൽ താമസിക്കുന്നത്, ഡൈവോഴ്സിന് നോട്ടീസ് കൊടുത്ത് കാത്തു കിടക്കുന്നവർ, ഡൈവോഴ്സ് കൊടുത്ത് മാറി നിൽക്കുന്നവർ, വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ഡൈവോഴ്സ് ചെയ്യുന്നവർ, വിവാഹത്തിൽ തന്നെ വിശുദ്ധിയില്ലാത്ത വിവാഹങ്ങൾ, വലിയ സിനിമ ഷൂട്ടിംഗ് പോലുള്ള വിവാഹങ്ങൾ, ഇതെല്ലാം മണൽത്തിട്ട രൂപം. എന്താണ് ഈ മണൽത്തിട്ടയുടെ പ്രത്യേകത? നിർജീവ സ്ഥലത്ത് സാത്താൻ വന്ന് വസിക്കും. എവിടെ മണൽത്തിട്ടയുണ്ടോ അതിൻ്റെ മുകളിൽ നിലയുറപ്പിക്കുന്ന പൈശാചിക ശക്തി, എവിടെ മണൽത്തിട്ടയുണ്ടോ അതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന ലൂസിഫർ, എവിടെ മണൽത്തിട്ടയുണ്ടോ അവിടെ നിൽക്കുന്നത് പൈശാചികശക്തിയാണ്, സാത്താനാണ്, പിശാചാണെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് വന്നിരിക്കുന്നത്. വെളിപാട് 12-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞു, യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അപ്പം നമ്മളെ പരാജയപ്പെടുത്തുക, ക്രിസ്തുവിശ്വാസത്തെ നശിപ്പിക്കുക, ക്രിസ്തുവിശ്വാസത്തെ പരാജയപ്പെടുത്തുക, സഭയെ പരാജയപ്പെടുത്തുക, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരെ, ക്രിസ്തു സ്നേഹിക്കുന്നവരെ കളിയാക്കുക,
അവരെ നശിപ്പിക്കുക, അവരോട് യുദ്ധം ചെയ്യുക, അവരെ പരാജയപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ടാണ് ഈ മണൽത്തിട്ട അവർ രൂപം പ്രാപിപ്പിക്കുന്നത്. ഈ മണൽത്തിട്ട ഒരുക്കുന്നതാരാണ്? സാത്താൻ തന്നെയാണ്. ആ സാത്താൻ ഒരുക്കുന്ന മണൽത്തിട്ടകൾ ഏതാണ്? ഇന്നത്തെ സിനിമകളും സീരിയലുകളും ഗ്ലോബലുകളും ബ്ലാക്ക് മാസുകളും ഇന്നത്തെ വസ്ത്ര സംവിധാനങ്ങളും ഇന്നത്തെ മുഴുവൻ ചാറ്റിങ്ങും ചീറ്റിങ്ങും എല്ലാ അശുദ്ധിയും മണൽത്തിട്ട കൊണ്ട് ലോകം, പ്രപഞ്ചം, സഭ, കുടുംബം, രാഷ്ട്രം, രാഷ്ട്രീയം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. ആ നിറഞ്ഞെടുത്ത മുഴുവൻ യുദ്ധമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ സാത്താൻ നിലയുറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറയുമ്പോൾ സഭയുടെ മണൽത്തിട്ട, എൻ്റെ കുടുംബത്തിൻ്റെ മണൽത്തിട്ട, എൻ്റെ വിശുദ്ധിയുടെ മണൽത്തിട്ട, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ മണൽത്തിട്ട, എൻ്റെ രാഷ്ട്രത്തിൻ്റെ മണൽത്തിട്ട. രാഷ്ട്രത്തെ പോട്ടെ പ്രിയപ്പെട്ടവരെ, പക്ഷേ സഭയുടെ മണൽത്തിട്ട, അവിടെയെല്ലാം പൈശാചികത. എവിടെ മണൽത്തിട്ടോ അവിടെ നിർജീവാവസ്ഥ, ചത്ത സ്ഥലമായിട്ട് മാറുന്നു. ആ ചത്ത സ്ഥലങ്ങളിൽ നിർജീവാവസ്ഥയിൽ സാത്താൻ വസിക്കും. അവരോട്, ക്രിസ്തുവിനോട് സാക്ഷ്യം ചെയ്യാൻ നിൽക്കുന്നവർ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരോട് യുദ്ധം പരാജയപ്പെടുത്തുവാൻ സാത്താൻ നിലയുറപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ എന്നിലൊരു മണൽത്തിട്ടിയുണ്ടോ? എൻ്റെ ഭാര്യയിൽ മണൽത്തിട്ടിയുണ്ടോ? എൻ്റെ ഭർത്താവിൽ മണൽത്തിട്ടിയുണ്ടോ? എൻ്റെ സഭയിൽ മണൽത്തിട്ടിയുണ്ടോ? എൻ്റെ ഇടവകയിൽ മണൽത്തിട്ടുണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന അച്ഛന്മാരിൽ മണൽത്തിട്ടിയുണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ രൂപതയുടെ നേതൃത്വം വഹിക്കുന്ന മെത്രാനിയിൽ മണൽത്തിട്ടിയുണ്ടോ? എൻ്റെ സഭയ്ക്കുള്ളിൽ മണൽത്തിട്ടിയുണ്ടോ? എൻ്റെ മെത്രാന്മാരിലും കർദിനാൾമാരിലും മണൽത്തിട്ടിയുണ്ടോ? എൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ മണൽത്തിട്ടിയുണ്ടോ? എൻ്റെ സഭാവിഭാഗങ്ങളിൽ മണൽത്തിട്ടുണ്ടോ? പ്രപഞ്ചത്തിൽ മണൽത്തിട്ടുണ്ടോ? നോക്കി കണ്ടെത്തിക്കോണം. മണൽത്തിട്ട് ഉള്ളിടത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവായി യേശു ക്രിസ്തുവിനെ പുനഃസ്ഥാപിക്കണം. അവിടെ യേശുവേ, നീ എൻ്റെ മണൽത്തിട്ടയിലേക്ക് കടന്നു വരണമേ. യുദ്ധം ചെയ്യാൻ പിശാച് വസിക്കുന്ന മണൽത്തിട്ടയിൽ കർത്താവെ അങ്ങ് നിലയുറപ്പിക്കണമേ. പൈശാചികളെ ബന്ധിക്ക് ബഹിഷ്കരിക്കണമേ. അങ്ങനെ വചനം കൊണ്ട് എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ. അങ്ങനെ തിരുവചനത്തിന് ജീവൻ കൊണ്ട് എന്നെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മേൽ കരങ്ങൾ പിടിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. മണൽത്തിട്ടയിൽ ഇസ്രായേലിനെതിരെയും കത്തോലിക്ക സഭയ്ക്കെതിരെയും പരാജയപ്പെടുത്തുവാൻ, സഭയെയും ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ലോകരാഷ്ട്രത്തിൽ പൈശാചികൾ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചെങ്കിൽ അടുത്ത ദിവസം, അടുത്ത വർഷം, അടുത്തതിന് പിന്നത്തെ വർഷം യുദ്ധം ആരംഭിക്കുമെന്ന് നമ്മൾ ഓർത്തോണം. പടിവാതിൽക്കലാണ് യുദ്ധം. മൂന്നാം ലോക മഹായുദ്ധം പടിവാതിൽക്കൽ. ഞാൻ ക്ലാസ് ഇട്ടിരുന്നു. മൂന്നാം ലോക മഹായുദ്ധം പടിവാതിൽക്കൽ വന്നാൽ പിന്നെ ലോകത്തെന്താണ് സംഭവിക്കുക? അത് ഭക്ഷണമില്ലാത്ത അവസ്ഥ, വസ്ത്രമില്ലാത്ത അവസ്ഥ, ലോകം നിശ്ചലമാകുന്ന അവസ്ഥ, പിന്നെ യുദ്ധം മാത്രം. അതിനെ ഭയാനെ പറ്റി ഞാൻ പറയുന്നില്ല. അത് അചിന്തനീയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കാൻ പറ്റാത്തതാണ്, വിശദീകരിക്കാൻ പറ്റാത്തതാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിൽ ഒരു മണൽത്തിട്ടയുണ്ടോ? ആ മണൽത്തിട്ടയിൽ സാത്താനുണ്ടെന്ന് ഓർത്തുണ്ട്. നമ്മളെ തന്നെ, എൻ്റെ ഹൃദയത്തിൽ മണൽത്തിട്ടുണ്ടെങ്കിൽ എന്നോട് തന്നെ യുദ്ധം ചെയ്ത് എന്നെ പരാജയപ്പെടുത്തും. ക്രിസ്തുവിൽ നകന്നാൽ ആ നിമിഷം എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും. ക്രിസ്തുവിൽ നകന്നാൽ എനിക്ക് ജീവിതത്തോട് താല്പര്യമില്ല, കൂദാശയോട് താല്പര്യമില്ല, ബൈബിളിനോട് താല്പര്യമില്ല, സഭയോട് താല്പര്യമില്ല, ദേവാലയത്തോട് താല്പര്യമില്ല, ഭാര്യയോട് താല്പര്യമില്ല, വല്ല ഭർത്താവിനോട് താല്പര്യമില്ല, കുഞ്ഞുങ്ങളുടെ താല്പര്യമില്ല. പിന്നെ ആകെ താല്പര്യമുള്ളത് ഒറ്റ വസ്തുവിനോടാണ്. അത് പണവും പിന്നെ പെണ്ണുമാണ്. അത് പൈശാചിക പൂർണ്ണതയാണ്. എന്നാൽ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മനസ്സ്, ശരീരം, ആത്മാവ് തീരെഴുതി കൊടുത്ത് യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന മക്കളെ, ഇതാ ഉടൻ തന്നെ ആഗോള യുദ്ധത്തിൻ്റെ പുറപ്പാട്. ഇസ്രായേലിന് ചുറ്റും സൈന്യനിരങ്ങൾ വന്നു നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പേജർ ബോംബുകൾ ഉപയോഗിച്ച് ലെബനോനിലെയും സിറിയയിലെയും ഒക്കെ ആളുകൾ ഭയവിഹ്വലരാകുമ്പോൾ അവർ വലിയ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട്. ആ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് പോവുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എവിടെയാണ് മണൽത്തിട്ടുള്ളത് കണ്ടെത്തി അതിനെ ജീവനുള്ള യേശുവിൻ്റെ തിട്ടകളായിട്ട്, യേശുവിന് വസിച്ച് യേശുവിന് നിൽക്കുവാനുള്ള ഒരു വചനവേദിയായിട്ട്, വചന ഹൃദയമായിട്ട് എൻ്റെ ഹൃദയത്തെ, എൻ്റെ ആത്മാവിനെ മാറ്റി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ കോട്ടയിട്ട് സംരക്ഷിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സമസ്ത മേഖലകളിലും വിശുദ്ധിയും പരിശുദ്ധി കൊണ്ട് നിറച്ച് ഏത് യുദ്ധം വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും അവിടെയൊക്കെ സംരക്ഷിക്കപ്പെടുവാൻ ആ കർത്താവായ യേശുവെ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണം ബാധിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. അതിനായി നമ്മെല്ലാം കർത്താവായ യേശു ക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.